നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ്പ്രോ വേൾഡ് 11 പുറത്തുവിട്ടപ്പോൾ പല താരങ്ങളുടെ കാര്യത്തിലും ആരാധകർക്കൊക്കെ സംശയമുണ്ട്. അതിൽ പ്രധാനമായിട്ടും എക്സിലൊക്കെ വരുന്നൊരു ചോദ്യം, എഡേഴ്സൺ ഉൾപ്പെട്ടിരിക്കുന്നു, എമിലിയാനോ മാർട്ടിനസ് എവിടെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നൊരു ചോദ്യം. എന്നാൽ ഫിഫ്പ്രോ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം അവരുടെ ലേഖനത്തിൽ നൽകിയിട്ടുണ്ട്. ഹു നാരോലി മിസ്ഡ് ഔട്ട് ഓൺ ദി വേൾഡ് 11 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ആ വിശദീകരണത്തിൽ അവർ പറയുന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച താരങ്ങളുടെ ലിസ്റ്റിൽ ഏഴാമതാണ് എമി മാർട്ടിനസ്. എന്നിട്ടും പക്ഷേ ബെസ്റ്റ് 11 ഇടമില്ല. അപ്പോൾ ഏറ്റവും അധികം വോട്ട് ലഭിച്ചവരിൽ ഏഴാമനാണ് എമി എന്ന് പറഞ്ഞാലും ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് ഒറ്റ സ്ലോട്ടേ ഉള്ളൂ. ഡിഫൻഡർ ആണെങ്കിൽ 3 or 4 ഉണ്ട്. 3 ഡിഫൻഡർമാർ അതിലുള്ളത്. ഏതായാലും അങ്ങനെ സ്ലോട്ടുകളുണ്ട്. മധ്യനിരയിലും അങ്ങനെ കൂടുതൽ സ്ലോട്ടുകളുണ്ട്. മുന്നേറ്റത്തിൽ അങ്ങനെ കൂടുതൽ സ്ലോട്ടുകളുണ്ട്. പക്ഷേ ഗോൾ കീപ്പിങ്ങിൽ ഒറ്റ സ്ലോട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എമിയേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് എഡേഴ്സനാണ്. അതുകൊണ്ട് എഡേഴ്സൺ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ടോട്ടൽ വോട്ടിങ്ങിൽ 7ാം സ്ഥാനത്തുണ്ട് എമി എന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ നാരോലി മിസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എമി മാർട്ടിനസിനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാരോലി മിസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർ ആയിട്ട് പറയുന്നത് റൂബൻ ഡയസ് ആണ്. റൂബൻ ഡയസിന് 2113 വോട്ടുകൾ ലഭിച്ചെങ്കിലും റൂഡിഗറേക്കാൾ കുറഞ്ഞ വോട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഡിഫൻഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. ഇതാണ് ഈ ഒരു വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വോട്ടിങ്ങിന് വേണ്ടി പരിഗണിച്ചിരുന്ന കാലയളവ് കൂടി ശ്രദ്ധിക്കണം. അത് 2023 ഓഗസ്റ്റ് 21 മുതൽ 2024 ജൂലൈ 14 വരെയുള്ള കാലഘട്ടമാണ്. ഇപ്പം ഈ ഫിഫ്പ്രോ വേൾഡ് 11 ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പോൾ പുരുഷ വിഭാഗത്തിലാണെങ്കിൽ റോഡ്രി, എഡേഴ്സൺ, റൂഡിഗർ, കർവാഹൽ എന്നിവർ ആദ്യമായിട്ടാണ് ഫിഫ്പ്രോ വേൾഡ് 11 ഇടം പിടിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഫിഫ്പ്രോ വേൾഡ് 11 സൂപ്പർ താരങ്ങൾ ഇടം പിടിക്കുന്നു. അതേസമയം ലിയോ മെസ്സി 17 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ ലിസ്റ്റിൽ ഇല്ലാതെയും പോകും. നമുക്ക് വേൾഡ് 11 വളരെ പെട്ടെന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഉണ്ട്. ഡിഫൻസിൽ കർവാഹലും റൂഡിഗറും വാൻഡൈക്കുമാണുള്ളത്. മധ്യനിരയിലാണെങ്കിൽ ഡിബ്രോയിനെ, റോഡ്രി, ക്രൂസ്, ബെല്ലിംഗാം എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ എംബാപ്പയും ഏർലിംഗ് ഹാലൻഡും വിനി ജൂനിയറുമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.